കോമഡി ഉത്സവത്തിൽ നമ്മൾ അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഒരു വൈറൽ സിംഗറിനെയാണ്. ലെറ്റ്സ് വെൽക്കം പ്രസാദ് ഫ്രം വയനാട്. പ്രസാദ് ഒരു ഓട്ടോറിക്ഷയ്ക്കകത്തിരുന്ന് പാടിയ പാട്ടാണ് സൂപ്പർ ഹിറ്റ് ആയത് അല്ലേ? അല്ലേ? ശരിക്കും ഓട്ടോറിക്ഷയാണ്, ഉപജീവനമാർഗം ഓട്ടോറിക്ഷയാണ്. 3 വർഷമായിട്ട് ഓട്ടോറിക്ഷയിലാണ്. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. നമുക്ക് ആ വൈറലായ പാട്ട് തന്നെ തുടങ്ങിയാലോ? പ്രവാഹമേ ഗംഗാ പ്രവാഹമേ സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗാ പ്രവാഹമേ എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിലോല തന്നു. നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിലോല തന്നു. നിൻകാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാരബിന്ദു. നിൻകാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാരബിന്ദു. സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വരരാഗ ഗംഗാ പ്രവാഹമേ. അടിപൊളി കേട്ടാ. ഏത് റേഞ്ചിൽ പാടിയല്ലേ അത്. ശരിക്കും പാട്ട് പഠിക്കാറുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. +2 പഠിക്കുമ്പോൾ കുറച്ച് പഠിച്ച് നിർത്തിയ, പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് നിർത്തിയതാണ്. പഠിക്കാതെ തന്നെ അസലായിട്ട് പാടുന്നുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും ടിൻചേട്ടനൊക്കെ പറയണ പോലെ പഠിക്കും തോറും നമുക്കത് ഏറ്റവും കൂടുതൽ ഏത് പ്രായത്തിലും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ സംഗീതം. തീർച്ചയായിട്ടും. ഇനി ആ ഓട്ടോറിക്ഷ ഓടിപ്പിന്റെ ഇടയിൽ കുറച്ച് സമയം കണ്ടെത്തി പഠിക്കാൻ കൂടി വേണം. പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുടുംബം? വീട്ടില് അമ്മ, വൈഫ്, 6 മാസമായ ഒരു മോനുണ്ട്. ഓ അത് ശരി. ഓക്കെ. ഫാമിലി ഒക്കെ എല്ലാരും പാടും, അമ്മയൊക്കെ പാടും. പഠിച്ചിട്ടൊന്നുമില്ല, എല്ലാരും പാടും. അതാണ് ജനറ്റിക് ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്, ഹെറിറ്ററി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു സിനിമയിൽ ചെറിയൊരു പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് ലവ് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്. അടിമാലിയുള്ള ബിനിച്ചേട്ടന്റെ ഒരു പടത്തിൽ പാടി. ഒരു പക്ഷേ ഇവിടെ വന്ന് തന്നെ അതും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ കോമഡി ഉത്സവത്തിന്റെ ഫ്ലോർ. കാരണം മിഥുൻ ചേട്ടന്റെ ഒരു പ്രോത്സാഹനമാണ് നമ്മളെപ്പോലുള്ള ഓരോ ഈ സാധാരണക്കാരനെ ഈ വേദിയിൽ എത്തിച്ച്. അത്രയും ഞാനിത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ഈ ഒരു കോമഡി ഈ ഫ്ലോർ എന്ന് പറയുന്നത്. അടുത്തൊരു പാട്ട് രാമകഥ എന്ന് പറഞ്ഞിട്ട് സെമി ക്ലാസിക്കൽ സോങ് പാടാൻ ശ്രമിക്കാം. ചെറിയ പാട്ടൊന്നും എടുക്കണില്ല അല്ലേ?
പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ സാഗേതം പാടുകയാ ഹേ രാമാ കാതരയായി സാരികയായി സാഗേതം പാടുകയായി വീണ്ടും രാമകഥ ഗാനലയം മംഗളമെൻ തമ്പുരുവിൻ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ സരി 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 രി മദനി സരി ഗരി രി ഗരി രി ഗരി രി ഗരി ഗ ഗരി രി ഗ ഗരി സരി ഗ മ പദ പ പദ പ പദ പ പദ ക സ ദ ദ സ സ ദ മദനി സ സരി സ സരി സ സരി സ സരി സ ഗ ഗരി രി ഗ ഗരി രി മദനി ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദി നാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീവരദ വാക്യം ഇന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിടന്നുലഞ്ഞുലൻ സരയുവിൽ മന്ത്രമൃതംഗ തരംഗ സുഖം ശരവേഗ ജീവതാളമേകി മാരുതിയാ ജലഗന്ധ ചൂന ധൂപ ദീപ കലയ മന്ത്രയന്ത്ര തന്ത്ര കലിതമുണരും സാമഗാന ലഹരിയോടെ അണയൂ രാമ ശ്രീരാമ രാമ രാമ കെട്ടിപ്പിടിച്ചോട്ടു എന്റെ അമ്മേ ഒരു രക്ഷയില്ലാണ്ട് പാടിയിട്ടാവും. ഒരു പാട്ടും കൂടി നമുക്ക് വേണ്ടി ഒരു അടിപൊളി മൈലാഞ്ചി പാട്ട് പാടാം. തക 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 മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലെങ്കി ലങ്കി 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 മാറിയും നോളെ ലെങ്കി ലങ്കി 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 മാറിയും നോളെ മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലെങ്കി മാറിയും നോളെ ലെങ്കി ലങ്കി 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 മാറിയും നോളെ തക 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 നിലവിലെ തിളക്കമായി വീരിയുന്ന മലരെ കരളിലെ കടലിനെ ഉണർത്തുന്ന കതിരെ മണിമുത്തു വിതറുമ്പോൾ ചിരിക്കുന്ന സരസേ
മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി 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 മാറിയുന്നോളെ മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ. സെമി ക്ലാസിക്കലാണെങ്കിലും അടിച്ചുപൊളി പാട്ടാണെങ്കിലും എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. വയനാട്ടിലെ പൂതാടിക്കാർക്ക് വേണ്ടി മുതിൻ ചേട്ടൻ്റെ പകരം ഉറപ്പായിട്ടും പൂതാടിക്കാർക്ക് എല്ലാവർക്കും വലിയ ഹൈ നിങ്ങൾ ഏറ്റവും വലിയൊരു കലാകാരനല്ലേ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് നേരെ ടിൻചനിലോട്ട് പോകാം. ടിൻചേട്ടാ, പ്രസാദിനെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ യൂറേക്ക ഫോബ്സിലെ ഇന്റർവ്യൂവിന് പോയി. ജോലിക്കാണല്ലോ, ചെറിയ മിമിക്രിയൊക്കെ ഉള്ളൂ ട്രൂപ്പിൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സെലക്റ്റഡ് ആയി. എന്നിട്ട് അവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ പറഞ്ഞ് എൻ്റെ പ്രൊഫൈൽ കൊടുത്തപ്പോൾ ആർട്ടിസ്റ്റാന്ന് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളെ സ്ക്രീനിൽ കാണണമെന്നാണ് ആഗ്രഹം. അപ്പൊ തൽക്കാലം ഈ ജോലി ചെയ്യണ്ട, നിങ്ങൾ അതിൽ തന്നെ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അത് ഭാഗ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ, അത് ചിലപ്പോൾ വരുമാനം കുറവായിരിക്കാം, എങ്കിലും നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ പ്രസാദ് ഒരു ഭാഗ്യവാനാണ്. ഇപ്പൊ ഏകദേശം ഒരു 8500 കലാകാരന്മാർ കോമഡി ഉത്സവത്തിൽ വന്നിട്ടുണ്ടല്ലേ. അതിൽ തന്നെ എനിക്ക് ലക്ഷണങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നമ്മളൊക്കെ ഇത്ര കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ അറിയാം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. നിങ്ങൾ ശബ്ദം സൂക്ഷിക്കുന്ന ആളാണ് അല്ലേ, ദുശീലങ്ങളില്ല. അപ്പൊ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് കൃത്യനിഷ്ഠയായിട്ട് കഴിവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് മാത്രമല്ല സാറേ, ഇതുപോലത്തെ ഒരു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന വേറെ ഒരു റിയാലിറ്റി ഷോ വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ രേഖപ്പെടുത്തുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നല്ല ശബ്ദമുണ്ട്. അപ്പോൾ വോക്കൽ ട്രെയിനിങ് ഇപ്പോൾ ഫ്രീ ആയിട്ടാണെങ്കിലും ഓൺലൈനിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് പാടിയ പാട്ട് മേൽസ്ഥായിലായിരുന്നു, മുകളിലാണ്. അത് നിങ്ങളുടെ ഐഡന്റിറ്റി ഉള്ള ഒരു വോയിസ് തന്നെയാണ് പാടിയത്. പിന്നെ പാടിയത് രാമകഥ, ഭയങ്കര ബേസ് ആയിട്ടുണ്ട്. ദാസേട്ടൻ്റെ ഒക്കെ അപ്പോൾ കീഴ്സ്ഥായിലൊക്കെ നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഒന്നാണ്, ഈ വോക്കൽ ട്രെയിനിങ് കൂടി എടുത്താൽ പിന്നെ ഒന്നും പറയാനില്ല. താങ്ക് യു സാർ. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെ കൂടെ വന്നിട്ടുള്ളത്? എൻ്റെ കൂടി പെങ്ങളെ ഭർത്താവ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു മ്യൂസിക് ഡയറക്ടറും കൂടിയാണ്. ഇവിടെ ആലുവ തന്നെയാണ് താമസം. ഗിരീഷ് കുമാർ. വരൂ പ്ലീസ് വരൂ. മ്യൂസിക് ഡയറക്ടർ ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിനുള്ള ചാൻസ് എല്ലാം കൊടുക്കുന്നുണ്ടോ? ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. വർക്കിലെ കുറെ ആൽബം സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആൽബം സോങ്സിലൊക്കെ പാടാനായിട്ട് ഇത്രയും ഒരാളുള്ളപ്പോ ഉണ്ടല്ലോ. ഈ രാമകഥ എന്ന് പറയുന്ന ഒരു പാട്ട് ഈ അടുത്ത കാലത്ത് ഇത്രയും മനോഹരമായി പാടി ഞാൻ കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത് പ്രസാദ് സംഗീതം പഠിച്ചില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത് ഇത്രയോ പ്രാക്ടീസ് ചെയ്ത് ഇതിൻ്റെ ആകാരങ്ങളൊക്കെ അകത്ത് ഹമ്മിങ് ഒക്കെ എടുത്ത് കറക്റ്റ് സ്വരസ്ഥാനം, ഇപ്പം എന്തിനും സ്ഥാനം ഉണ്ടല്ലോ, ആ സ്ഥാനങ്ങളൊക്കെ നിങ്ങൾ പാടിയതെല്ലാം കറക്റ്റാണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഒരു കള്ളത്തരം, കാര്യം നമുക്ക് ഈ വണ്ടി ഓടിക്കുന്ന ഒരു കള്ളത്തരവും ചെയ്യാൻ പറ്റില്ല ലോകത്തിൽ കള്ളത്തരം കാണിക്കാൻ പറ്റാത്ത ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിലാണ്. കാര്യം ബ്രേക്ക് ചെയ്യേണ്ടത് ചവിട്ടണം, സ്പീഡ് കൂട്ടേണ്ടത് കൂട്ടണം, ഇല്ലേ, എല്ലാം ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ മീറ്റർ എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരു കള്ളത്തരവും കാണിക്കാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ 3 പാട്ട് നിങ്ങൾക്ക് മനോഹരമായിട്ട് ഈ വേദിയിൽ വെച്ച് പാടാൻ സാധിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും പ്രസാദ് ഒരുപാട് പ്രോഗ്രാം കിട്ടും കേട്ടോ. നിങ്ങളൊരു അസാധ്യ കലാകാരൻ. താങ്ക് യു കേട്ടോ. താങ്ക് യു. വളരെ സന്തോഷം കേട്ടോ. സന്തോഷം. എല്ലാവരും വലിയൊരു കൈഡിയോടുകൂടി